ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നിക്കാഹ് ബുക്ക്ലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറേ അധികം എൻക്വയറീസ് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് നിക്കാഹ് ബുക്ക്ലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുമെന്നുള്ളത്. അപ്പോൾ അതായിക്കോട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നിക്കാഹ് ബുക്ക്ലെറ്റ് എങ്ങനെയാണ് നമുക്ക് ഫുള്ളായിട്ട് പൊതിഞ്ഞ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു 1/2 മീറ്റർ വെൽവെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. റെഡ് കളറിലുള്ള ക്ലോത്താണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫോം ബോർഡാണ്. നമ്മൾ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സാധാ ഫോം ബോർഡ് തന്നെയാണ് കേട്ടോ ഇതും. അപ്പോൾ ഈ ഫോം ബോർഡ് 2 A4 സൈസിൽ കുറച്ചും കൂടെ A4 സൈസിൻ്റെ കുറച്ചും കൂടെ ഒന്ന് എടുത്തിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ആ ഒരു നടുവിൽ ഇൻസുലേഷൻ ടേപ്പ് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഒരു ഇഞ്ച് ഗ്യാപ്പിലൊക്കെയാണ് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ച് വീതിയുള്ള ഇൻസുലേഷൻ ടേപ്പ് ഉണ്ടല്ലോ, അതെടുത്താൽ മതി. എന്നിട്ട് അതങ്ങനെ നേരക്ക് വളവും തിരിവൊന്നും ഇല്ലാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു പശയുള്ള ഭാഗം ഉള്ളിലേക്കാക്കിയിട്ടും പശയില്ലാത്ത ഭാഗം പുറത്തേക്കും അങ്ങനെയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് നോക്കുമ്പോൾ ഉള്ളിലാണ് പശ വന്നിട്ടുള്ളത്, പുറത്താണ് പശയില്ലാത്ത ഭാഗം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തുമൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫാബ്രിക് ഫുള്ളായിട്ട് നല്ലോണം നിവർത്തി വെച്ചിട്ട് ഈ ഒരു ഫോം ബോർഡ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതിന് പാകത്തിനായിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 4 സൈഡിലും സെയിം എലവൻസ് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുക്കാൻ. 1 ഇഞ്ചോ 2 ഇഞ്ചോ നമ്മളെ ഇഷ്ടത്തിനായിട്ട് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ബുക്ക്ലെറ്റ് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ 3 സൈഡിലും കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഫാബ്രിക് നിവർത്തിയിട്ട് ഒരു സൈഡിലാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനൊരു പീസ് വേണമെങ്കിൽ എടുക്കാം. നമ്മൾ ഫോം ബോർഡിൽ നിന്ന് ബാക്കി വരുന്ന ഒരു പീസ് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു സ്കെയിലോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള കാർഡോ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി. നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് ഫുള്ളായിട്ടൊന്നിങ്ങനെ തേച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഗ്ലൂ സ്റ്റിക്ക്, ഈ ഒരു ഗ്ലൂ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാണ് ബുക്ക്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളത്. ഈ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലൂ ആണ് കേട്ടോ. ഇതിൻ്റെ ശരിക്കുള്ള നെയിം എന്താണെന്ന് എനിക്കറിയില്ല. ഇതാണ് ഇതിൽ കാണുന്ന നെയിം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലസ് ക്യൂക്കും ഫെവിക്രിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഫ്ലസ് ക്യൂക്ക് ഒരിക്കലും യൂസ് ചെയ്യരുത്, നമ്മൾ ഫാബ്രിക് ആകെ നാശമാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലൂ ആണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് നല്ല നീറ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് ഫുള്ളായിട്ടൊന്നിങ്ങനെ അപ്ലൈ ചെയ്തെടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഫുള്ള് ഫിനിഷിംഗ് ആയിട്ട് എല്ലാ സ്ഥലത്തും ഈ ഒരു ഗ്ലൂ എത്തിട്ടോ. അപ്പം നല്ല നീറ്റിൽ നമ്മൾ ഫാബ്രിക് അവിടെ സ്റ്റിക്കായിട്ടിരിക്കും. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗം നേരെ ഈ ഒരു മെറ്റീരിയലിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നേരെ ഇങ്ങനെയാണ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ബുക്ക്ലെറ്റ് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഒന്നും കൂടെ ഇങ്ങോട്ട് എടുക്കുക. ഇനി ഈ ഒരു ഭാഗത്ത് എയർ കുടുങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നല്ലോണം ഫാബ്രിക് വലിച്ചിട്ട് ഫുള്ളായിട്ട് നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ ഗ്ലൂവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണ്ട അങ്ങനെ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു ഗ്ലൂ ഈ ഒരു ഫാബ്രിക്കിലേക്ക് ഒട്ടിപ്പിടിക്കും. പിന്നെ അത് നമുക്ക് ശരിക്കും അങ്ങോട്ട് റിമൂവ് ചെയ്യാനും കഴിയില്ല, അങ്ങനെ ആവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമുക്ക് അടുത്ത സൈഡും ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ഗ്ലൂ ചെയ്ത് ഇതേപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് നീറ്റാക്കി എടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു 4 സൈഡും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റായിട്ട് ഈ അടിയിലെ പോർഷനും അതേപോലെ മുകളിലത്തെ പോർഷനും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ആദ്യം അടിയിലത്തെ പോർഷന് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അവിടെ ചെയ്താൽ മതി ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ 2 സൈഡിലും ഫസ്റ്റ് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ചാൽ ഇവിടുത്തെ പണി കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അത് അങ്ങനെ ഉണങ്ങി പോയിട്ടുണ്ടാവും, പിന്നെ അതങ്ങ് വൃത്തികേടാവും. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് അപ്പുറത്തെ ഭാഗം സ്റ്റിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഗ്ലൂ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലത്തെ ഗ്ലൂ ഫാബ്രിക്കിലാവും. അപ്പോൾ അത് തുടക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ നമ്മുടെ അടുത്ത് തന്നെ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയലിൽ പെട്ടെന്ന് അത് ഉണങ്ങി പിടിക്കും, പിന്നെ അത് കിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു സൈഡാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതാ ഞാനിവിടെ ഒരു കോണായിട്ട് ഈ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 സൈഡും അതേപോലെ തന്നെ കോണായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ദെൻ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതങ്ങ് സ്റ്റിക്ക് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ നിക്കാഹ് ബുക്ക്ലെറ്റിൻ്റെ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ A4 സൈസിൽ ടെക്സ്ചർ പ്രിൻറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പ്രിൻ്റാണ് നമ്മൾ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, ബുക്ക്ലെറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇടുന്നതായിരിക്കും. അതേപോലെ നിക്കാഹ് ബുക്ക്ലെറ്റിൻ്റെ ഉള്ളിൽ ഒട്ടിക്കുന്ന ആ ഒരു ടെക്സ്ചറിന് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.